ഇടക്കൊച്ചിയിലെ യുവാവിന്റെ മരണത്തിൽ പ്രതികളുടെ മൊഴി പുറത്ത്. ആഷിഖിനെ കൊലപ്പെടുത്തണമെന്ന് ഷിഹാബ് നേരത്തെ തീരുമാനിച്ചിരുന്നെന്ന് ഷഹാന പറയുന്നു. ഷഹാനയുടെ പീഡന പരാതിയിൽ ആഷിഖ് ജയിലിലായിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ബന്ധം തുടർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മൊഴിയുണ്ട്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് സഹിൻ ആന്റണി. ഷഹാന എന്തൊക്കെ വെളിപ്പെടുത്തലാണ് കൂടുതൽ പറയുന്നത്? ഇതിൽ യഥാർത്ഥത്തിൽ ഒരു വഴിത്തിരിവുണ്ടായോ? തീർച്ചയായിട്ടും പിന്നിലെ അങ്ങനെ തന്നെയാണ്. അതായത് ഇടക്കൊച്ചിലെ ഇന്ദിരാഗാന്ധി റോഡിലായിരുന്നു ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു വാനിൽ ആഷിഖിനെ കൊല ചെയ്യപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാകുന്നതും ഷാഹിഖിൻ്റെ പെൺ സുഹൃത്തായിട്ടുള്ള ഷഹാന പിടിയിലാകുന്നതും ഷഹാനയുടെ ഭർത്താവ് ഷിഹാബ് എല്ലാം പിടിയിലാകുന്നത്. പക്ഷേ ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാരണം ഷിഹാബിൻ്റെ തുടയലിലാണ് ആഷിഖിൻ്റെ തുടയലിലാണ് ഷിഹാബ് ആദ്യം കുത്തിയത്. അത് ആസൂത്രിതമായി തന്നെ കൊല ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിനായി സർജിക്കൽ ബ്ലേഡ് വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല ദിവസങ്ങൾ ഇവർ എങ്ങനെയാണ് ആഷിഖിനെ ഒഴിഞ്ഞ പറമ്പിലെത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഗൂഢാലോചന നടത്തി. അതിനുശേഷമാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് പോകുന്നത്. ഷഹാന മുൻപ് ആഷിഖിനെതിരെ പീഡന പരാതി കൊടുത്തിരുന്നു. അതിൽ ആഷിഖ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഷഹാന ഇപ്പോൾ പോലീസ് നൽകുന്ന മൊഴി അനുസരിച്ച് ഷഹാന അത്തരത്തിലൊരു പീഡന പരാതി നൽകിയത് ഷിഹാബിൻ്റെ നിർബന്ധപ്രകാരമാണ്. അതായത് ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരമാണ് ആഷിഖിനെതിരെ പീഡന പരാതി നൽകിയത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഷിഹാബ് നൽകുന്ന മൊഴിയാകട്ടെ ഷഹാന കഴിഞ്ഞ ഏതാനും നാളുകളായി ആഷിഖുമായി കടുത്ത പ്രണയത്തിലായിരുന്നു. തന്നെയും മക്കളെയും ഉപേക്ഷിച്ച് ഷഹാന പോകുമെന്നുള്ളൊരു ഭയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ചോദ്യം ചെയ്യാൻ ആഷിഖിൻ്റെ അടുത്ത് എത്തിയതാണ് എന്നുള്ളൊരു മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷഹാനയുടെയും ഷിഹാബിൻ്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഷഹാനയ്ക്ക് പങ്കുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലിൽ പോലീസിന് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്.